സസ്പെൻഷൻ നടപടിക്കെതിരെ എൻ പ്രശാന്ത് IAS കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചേക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതേസമയം മുതിർന്ന IAS ഉദ്യോഗസ്ഥരുമായി പ്രശാന്ത് ആശയവിനിമയവും നടത്തിയെന്നാണ് സൂചന. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യ അധിക്ഷേപം നടത്തിയതിനാണ് പ്രശാന്തിനെ സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്തത്. സർക്കാർ നടപടി നിയമപരമായി തെറ്റാണെന്നാണ് പ്രശാന്തിന്റെ നിലപാട്. IAS ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടപ്രകാരം സർക്കാരിനെയും സർക്കാർ നയങ്ങളെയും വിമർശിക്കുന്നതിനാണ് വിലക്ക്. IAS ഉദ്യോഗസ്ഥന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് ചട്ടലംഘനമാകില്ലെന്നും പ്രശാന്ത് പറയുന്നു. സസ്പെൻഷനെതിരെ എൻ പ്രശാന്ത് IAS കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കുമെന്നാണ് വിവരം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് തന്റെ പക്ഷത്ത് നിൽക്കുന്ന IAS ഉദ്യോഗസ്ഥരുമായും പ്രശാന്ത് ചർച്ച നടത്തിയെന്നും സൂചനയുണ്ട്. ഉന്നതി CEO ആയി പ്രവർത്തിക്കുമ്പോൾ താൻ ഫയൽ മുക്കിയെന്ന വാർത്തകൾക്ക് പിന്നിൽ എ ജയതിലകാണെന്ന് ആരോപിച്ചായിരുന്നു പ്രശാന്തിന്റെ വിമർശനങ്ങൾ. മാടമ്പള്ളിയിലെ ചിത്രരോഗി, സ്വയം ഭാവി ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു നടക്കുന്നയാൾ, സ്പെഷ്യൽ റിപ്പോർട്ടർ എന്നിങ്ങനെയുള്ള അധിക്ഷേപ പരാമർശങ്ങളും നടത്തി. ജയതിലകിനെതിരെ താൻ വിസിൽ ബ്ലോവർ ആകുമെന്നും എൻ പ്രശാന്ത് നവമാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. ജനം, തിരുവനന്തപുരം.